സുബ്ഹാനല്ലാഹ്, ജാറം സിയാറത്ത് ചെയ്യുന്നവർ അവര് മുശ്രിക്കുകളാണ് എന്നാണ് സുബ്ഹാനല്ലാഹ് ഈ അടുത്ത് ഒരു മൗലവി പറഞ്ഞത്. എന്ന് മാത്രമല്ല, അങ്ങനെയുള്ള പണ്ഡിതന്മാരൊക്കെ ഇസ്ലാമിന്റെ പുറത്താണെന്ന് വിധിക്കുകയും അങ്ങനെയുള്ള പണ്ഡിതന്മാര് നിസ്കരിക്കുന്ന പള്ളി അമ്പലമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ഒരു വിദ്വാൻ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സുബ്ഹാനല്ലാഹ്, നല്ലത് പറയാൻ ഭാഗ്യം ലഭിക്കാത്തവർ, നന്മ ചിന്തിക്കാൻ ഭാഗ്യം ലഭിക്കാത്തവർ, മുഖ്യധാര മുസ്ലിമീങ്ങളെ ഇസ്ലാമിന്ന് പുറത്തുപോയവരായി പ്രഖ്യാപിക്കുന്നവർ, ആ കക്ഷികൾക്കാണല്ലോ ഖവാരിജുകൾ എന്ന് പറയുന്നത്. ഖവാരിജുകൾ അലി റളിയല്ലാഹു അൻഹുവിനെ തലവെട്ടി കൊന്നുകളഞ്ഞ കക്ഷികൾ, കടുത്ത ഭീകരന്മാർ. അലി റളിയല്ലാഹു അൻഹു എന്താ ചെയ്തത്? ഒരു തെറ്റും ചെയ്തിട്ടില്ല. പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിച്ചു, പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് തീരുമാനിച്ചു. അതിൽ സഹാബത്തൊക്കെ അതിൽ യോജിക്കുകയും ചെയ്തു. പക്ഷേ ആ സഹാബികളെല്ലാം, യഥാർത്ഥ മുസ്ലിങ്ങളായ സഹാബികളെല്ലാം, അവർ ശിർക്ക് ചെയ്ത മുശ്രിക്കുകളാണ്. അബൂജഹലിനെ പോലെയാണ്, അബൂലഹബിനെ പോലെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തീവ്രവാദികളായ കുറച്ചാളുകൾ പുറപ്പെട്ടു. അവർക്കാണ് ഖവാരിജുകൾ എന്ന് പറയുന്നത്. അവരുടെ ദൃഷ്ടിയിൽ യഥാർത്ഥ മുസ്ലിമീങ്ങളായ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, അവരുടെ ദൃഷ്ടിയിൽ മുസ്ലിമീങ്ങൾ അല്ല, ഇസ്ലാമിന്റെ പുറത്താണെന്നാണ് അവരുടെ വാദം. ആ വാദം ഉന്നയിക്കുന്നവരാണല്ലോ ഇന്നും പുത്തനാശയക്കാരായ അതേ ജാറം വിരോധികൾ, ഔലിയാക്കളെ വിരോധികൾ, സാലിഹീങ്ങളെ വിരോധികൾ, ആലിമീങ്ങളെ വിരോധികൾ, ഔലിയാക്കളെ വിരോധികൾ, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിരോധികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരോധി എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. 2010 ജൂലൈയിൽ അവരിറക്കിയ അൽമനാർ എന്ന പത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് തന്നെ എഴുതി വെച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട് എന്നാണ്. അപ്പൊ നബി തങ്ങൾക്ക് പിഴവ് പറ്റിയിട്ടുണ്ട് എന്ന് പറയുന്ന സലഫികൾ, പുത്തനാശയക്കാർ, ഞങ്ങളുടെ നാട്ടിൽ മുജാഹിദുകൾ എന്ന് പറയും, ആ കക്ഷികൾ റസൂലുള്ളാഹിക്ക് പിഴച്ചു എന്ന് പറയുന്ന കക്ഷികൾ, ആ കക്ഷികൾ മുഖ്യധാരാ മുസ്ലിമീങ്ങളെ മുഴുവൻ ഇസ്ലാമെന്ന് പുറത്തുപോയ അവിശ്വാസികളായി പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് അവർ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിലുള്ള മുഅ്മിനീങ്ങൾ, ആലിമീങ്ങൾ നിസ്കരിക്കുന്ന പള്ളിയൊക്കെ അമ്പലമാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്, ഒരു വിവരവും ഇല്ലാതെ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മദീനത്തെ പള്ളി, ആ മദീനത്തെ പള്ളിയുടെ ഒരു ചുമര് 3 മഹാന്മാര് അന്ത്യവിശ്രമം കൊള്ളുന്ന മഖ്ബറയുടെ ചുമരാണ്. ഒന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, മറ്റൊന്ന് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, വേറെയൊന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമാ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. നേരെ പിന്നിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതിന്റെ പിന്നിലും ഉമർ റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളും. അതിന് വലിയ പച്ചക്കുബ്ബയുള്ള വലിയ ജാറം, ആ ജാറം അവിടെ ഉള്ളത് കൊണ്ട് ആ പള്ളി അത് പള്ളിയല്ല എന്ന് പറഞ്ഞാൽ അവൻ പിന്നെ എങ്ങനെയാണ് മുസ്ലിമായി ജീവിച്ചു മരിക്കുക?